ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ഹായ് ഗായ്സ്, മെരി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷിച്ചോ? നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ച സമയത്ത് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം പോയി ആ കേക്കിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇതിന്റെ കുറെ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് വരില്ല, ബട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം. ഇത് ഞാനും ഒരു എന്താ പറയാ, ഭയങ്കര ഒരു വലിയ ബേക്കറൊന്നുമല്ല. ഞാനും ഇതുപോലെ പല പല ചാനൽസ് നോക്കി കണ്ടുപിടിച്ചേക്കണെയാണ്. അപ്പൊ ഞാനിവിടെ കുക്കിംഗ് ഞാൻ മാത്രം അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒതന്റിസിറ്റി ഒന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ ചെയ്ത് വർക്ക്ഔട്ട് ആയ I'll tell you guys to make this one. It's actually pretty good. Until now it's tasting. കഞ്ഞിയാണ് ഇന്ന് കുടിക്കാനുള്ളത്. മൈദ 2 കപ്പ് മൈദപ്പൊടി, 1.5 കപ്പ് ബേക്കിംഗ് പൗഡർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണാണ് ഇത്. ഇതാണ് നമ്മുടെ തോരൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാമോ? ഇതാണ് നമ്മുടെ താരം. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നാണ് ശരിക്കും പ്ലം കേക്കിന്റെ ടേസ്റ്റ് വരുത്തിക്കുന്ന സാധനങ്ങള്. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച, ഒത്തിരി ദിവസം ഒന്നും സോക്ക് ചെയ്തിട്ടില്ല, കുറച്ച് ദിവസം മാത്രം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറെ കാഷ്യൂ നട്ട്സ്, റേസിൻസ്, പിന്നെ ഡേറ്റ്സ്, അങ്ങനെ കുറെ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്തുള്ളത്. അത് ആദ്യം കുറച്ച് ശർക്കര, ഞാൻ പഞ്ചാരയ്ക്ക് വരെ ശർക്കരയാണ് യൂസ് ചെയ്തത്. കുറച്ച് ശർക്കര ഒന്ന് അലിയിപ്പിച്ച് കരിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ശരിക്കും ഒന്ന് പതഞ്ഞായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തട്ടി അതൊന്ന് ശരിക്കും ഇളക്കിയെടുത്ത് ആ ഡ്രൈ ഫ്രൂട്ട്സ് ശരിക്കും ആ ഷുഗറിലൊന്ന് കോട്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഓറഞ്ച് സെസ്റ്റും ഓറഞ്ച് ജ്യൂസും പിന്നെ കുറച്ച് നട്ട്മഗ് പൗഡർ, ജിഞ്ചർ പൗഡർ, ഇതെന്നെ പോകത്തുള്ളതാണ് തോന്നുന്നത്, എല്ലാം കൂടെ സാധനം ചേർത്തൊന്ന് റിഡംഷൻ പോലെ ആക്കിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വെച്ചതിന് അതിനകത്ത് അതിൻ്റെ കൂടെ 150 ഗ്രാം ബട്ടറും കൂടി ഇട്ടൊന്ന് ഉരുക്കി അതൊരു ക്രീമി ടെക്സ്ചറിലാക്കിയതിന് ശേഷം അത് നമ്മുടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അത് തണുത്തതിന് ശേഷം 1/2 കപ്പ് തൈരും പിന്നെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അടിച്ചു വെച്ചങ്ങനെ പരുവത്തിലാണ് ഇപ്പൊ ഇത് കാണുന്നത്. ഞാൻ ബുദ്ധിമുട്ടി ആയതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ മറ്റേ ലാൻഡ്സ്കേപ്പിൽ എടുത്തു. എൻ്റെ മനസ്സിൽ ഞാൻ വീഡിയോസ് എടുക്കണ്ടല്ലോ എന്നായിരുന്നു ഉണ്ടായിരുന്നേ, പക്ഷെ അഗെയിൻ ഐ ഫോർഗോട്ട് ദാറ്റ്. എന്തായാലും അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാണ്, വെറ്റഡ് ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. ഇന്ന് എല്ലാത്തിനും കൂടെ കൂട്ടി ഇളക്കി നമുക്ക് കേക്കിന്റെ സാധനം സെറ്റാക്കാം. ഓറഞ്ച് സെസ്റ്റ് ആണിത്. ഓറഞ്ച് സെസ്റ്റും കൂടി ഇടുവാണ് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് കൂടാൻ വേണ്ടി. ഞാൻ ആദ്യം റിഡംഷൻ ഉണ്ടാക്കിയപ്പം ശരിക്കും ഓറഞ്ച് സെസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് ഫീൽ ചെയ്യട്ടെ, ആ ഒരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഇതും കൂടെ ഇട്ടേക്കണത്. ഇളക്കി കൊടുക്കുക. ഫ്ലേവർ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ നട്ട്സ് സോക്ക് ചെയ്ത റമ്മ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്ററിൽ. മൊത്തം ഇളക്കട്ടെ. കാഷ്യൂനട്ട് നിരത്തിയിട്ടും ഒരു ഭംഗി വന്നിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് റേസൻസും എല്ലാം വാരി വെതറി നല്ല സുന്ദരിയാക്കി ഞാൻ കേക്കിനെ. പിന്നെ ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ആ സുന്ദരിനെ നല്ല അന്തസ്സായിട്ട് ബേക്ക് ചെയ്തെടുത്തു. എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ബാലൻസ് വന്ന കേക്ക് ബാറ്റർ ഞാൻ വേറൊരു കുഞ്ഞു പാനിൽ ഒന്നോടെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തിന്നു നോക്കാൻ. ഇനി എങ്ങാനും പാളിപ്പായ നാളെ വാങ്ങാൻ പറ്റുമല്ലോ വേറെ. അച്ഛന് ശേഷം എന്റെ ബലിയാടായിട്ട് നിയോഗിക്കപ്പെട്ട എന്റെ അമ്പാടിക്ക് എന്നെ കൊടുത്ത് ഞാനൊന്ന് ടേസ്റ്റും ചെയ്യിപ്പിച്ചു. കളിക്കല്ലേ, കാര്യം പറ. ആണോ? അടിപൊളിയാണോ ശരിക്കും? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പ്ലം കേക്ക് വാസ് എ വെരി ബിഗ് സക്സസ്. ഐ ആം ഹാപ്പി.
ബാക്കിയിരിക്കുന്ന റമ്മ എങ്ങനെയെങ്കിലും തീർക്കാനുള്ള എൻ്റെ കഠിനമായ പരിശ്രമമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കളർ അത്ര പോരെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റമ്മ എടുത്തങ്ങ് തൂക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടെ കളറും വരും, കുറച്ചൊരു കിക്കും കിട്ടുമല്ലോ. സോ ഞാൻ ക്രിസ്മസ് 24th നൈറ്റാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് റാപ്പ് ചെയ്യാം. അത് റാപ്പ് ചെയ്താൽ നാളെ എല്ലാവർക്കും ക്രിസ്മസ് ട്രീ അടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അവരവൻ്റെ ഗിഫ്റ്റ് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തായിരുന്നു. ഇവിടെ ക്രിസ്മസ് ഈവ് പാർട്ടി എന്നൊക്കെ പറയാറുണ്ട്, 4 ആളെ ഉണ്ടായുള്ളൂ. സോ അതിനെ പാർട്ടി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേസ് വി എൻജോയ് വെരി വെൽ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അതിന് ആ സമയത്ത് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതും കണ്ടിട്ട് വാ. Merry Christmas! 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 ഫ്രണ്ട്സ് എല്ലാം കൂടി ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഈ പരിപാടി. തുടങ്ങാൻ ചെറിയ പാടുണ്ടായിരുന്നെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ ആർക്കും ഒരു മടിയുണ്ടായില്ല. പിന്നെ നമ്മൾ പല പല ഗെയിംസ് കളിച്ചു. പിച്ച് വെച്ച് തുടങ്ങിയ യൂട്യൂബർ ആയതുകൊണ്ട് കോപ്പറേറ്റ് പറയുന്നത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കെട്ടിയാണേ. ഓരോരുത്തരായിട്ടുള്ള ഗെയിം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് മാഷ്മെലോസ് നിരത്തിയിട്ട് കളിക്കാൻ തുടങ്ങി. पूजा चीटिंग की मैंने। तू कप साथ में लेके आ रही थी? नहीं कप वो तू ऐसे। हाँ you do that. Okay 1 2 3 start. तो ऑक्सीजन दे दो कोई। Oh. Okay let's see. Maria has 6 7. Me 3 6 8. 7. Ammu 8. Tie. Start. Okay. I did. Oh no! Okay, I lost. Nose, ear, hair, arms, hips, back, shoulder, cup. Hair, leg, cup. Okay. Nose, lips, arms, hip, stomach, leg, cup. Eyes, nose, lips, hairs, hip, cup. मैं तो पहले भी Hairs, lips, eyes, ears, neck, hip, cup. Nose. Lips, teeth, eyes, eyebrows, hairs, arms, shoulder, hip, cup. Eyes, nose, ears, hair, cup. Hip, Hip. hair, Hair. cup. I told you guys. Team order. Starbucks. Wendy's. Grand Muffin. Oh my god. Shawarma. Always. Let's see shawarma. Burger King. Mary Bronx. Subway. Fire also. 24. Jolly. Jolly. അത് തന്നെയാണ് ജല്ലീബി. Mr. Sub.
Okay. The long. Gladiator. 24 inches. Pizza. Gino pizza. Thomas Pizza. You're out. Something is there. Something. Out. Saboni. Out. Swan pizza. Huh? Swan pizza. Swan to red swan. Swami Narayana Chanjit. Okay, you are next. Next one, also only, na? Okay. TNT. Okay, fresh go. Popular pizza. No, please, Ora. Pizza Hut. Cambridge pizza. Sultan. Waterloo Pizza. Showbiz. Campus pizza. Kitchener Pizza. Fresco. Toast the deal. Pizza. Thrice the deal. The House. Williams. Coffee. Coffee है यहाँ पे? Coffee. मैंने स्टार्ट ओ मिला कॉफी आजा ए पूजनी आजा चार्जर कहाँ है? कॉफी देखो कहाँ पे? I don't fucking care wherever it is. New York City. When I started this game, I specifically mentioned fast food chains in Canada. Yeah. Fast food chains in That Canada. You are out. That time wasn't the need. That was आजा out है. ചിരിച്ചും കളിച്ചും വഴക്കൊക്കെ കൂടി മാഷൊക്കെ പിടിച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ഈവ് ആഘോഷിച്ചു. എനിക്കങ്ങനെ ഭയങ്കര മനസ്സങ്ങോട്ട് നിറഞ്ഞു ഈ ഒരു ഈവനിങ്. ഒരുപാട് നാളായി ഇങ്ങനൊരു ഡേ കിട്ടിയിട്ട് തന്നെ. വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ വീഡിയോ ഇസ് ഗോൺ ബി സൂപ്പർ ലോങ് ഇഫ് ഐ കമ്പയർ 24th and 25th. അതായത് ഒരു 45 മിനിറ്റിൽ കുറയാതെ വീഡിയോ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എൻജോയ് ചെയ്ത അടിപൊളി പാർട്സൊക്കെ മിസ്സാക്കണം. അതിനെൻ്റെ മനസ്സ് എന്തുകൊണ്ടോ സമ്മതിക്കുന്നില്ല. സോ ഐ എം ഗോണ ഡിസൈഡ് ടു കീപ് ദിസ് വീഡിയോ ഓഫ് 24th ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് 25th. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. അപ്പോൾ ശരി, ബൈ ബൈ.